ഇവിടെയാണെ കുറച്ച് ചേട്ടനിമാരുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയണു. അപ്പൊ കൈപ്പക്കായ കൊണ്ട് ഒരു മീൻകറിയാണ് വെക്കാൻ പോണേട്ടാ. നമുക്ക് പേടിയവാ അങ്ങനെ അറിയുമ്പോ. പണി കഴിഞ്ഞു കാച്ച വേണ്ടോ? ശരിയാവുണ്ടോ അവര് പറയണു കേട്ടോ. പക്ഷെ ഞാൻ പാവാ. ചേച്ചി കസാരൊക്കെ അടിച്ച് നിലത്തൊക്കെ അടിച്ച് പൊട്ടിക്കാറുണ്ട്. ആർക്കായാലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യില്ലേ? ഇല്ലേ ചേട്ടാ? നല്ല മീൻ കൂട്ടാന്റെ മണം തന്നെ വരണേ അല്ലേ? ആ ഭയങ്കര ടേസ്റ്റ്. കുറച്ച് തൈര്, കട്ട തൈരും കൂടി ഉണ്ടല്ലോ, പുളിയില്ലാതെ തൈരും കൂടി ഉണ്ടെങ്കിലുണ്ടോ അടിപൊളിയല്ലേ? മീൻ കൂട്ടാൻ കൂടി വേണമെങ്കിൽ കഴിച്ചു. ഇത് ലാസ്റ്റാണ്. കഴിഞ്ഞ എന്തല്ലേ നമ്മുടെ ചേട്ടനിമാര് തമ്മിലുള്ള അതിർത്തി തർക്കം ഭയങ്കര ഹിറ്റായിട്ട് ഒരു 1 million ഒക്കെ കടന്ന് ഷോർട്സ് ഇട്ടാ നമ്മൾ ഇട്ടത്. ഞാൻ പറഞ്ഞു കേട്ടോ. അത് കാണാത്തവര് ചിലപ്പോ തെറ്റിദ്ധരിക്കും. ചേട്ടനിമാര് ഇവിടെയാണെ കുറച്ച് ചേട്ടനിമാരുണ്ട്. ഇൻസ്റ്റാഗ്രാമില് ഒരു 9 ലക്ഷം പേരായി. ഇതില് യൂട്യൂബില് 10.25 ലക്ഷം പേര് കണ്ടു. ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ. അപ്പൊ അതിലത്തെ താരം ജയന്തിയാണ്. ജയന്തിനെ ഒരു ദിവസം ഈ കടം തരുമോന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഉണ്ട്. ഒരാവശ്യം ഉണ്ടെന്ന്. അവിടെ തൊട്ടടുത്ത അതിർത്തി പ്രശ്നമുണ്ട്. അതൊന്ന് പരിഹരിക്കാനാണ്. അതോടുകൂടി പൊടി പോലും കാണില്ല. അപ്പൊ അങ്ങനെ പിന്നെ കുറെ ഉപമകളുണ്ട് കേട്ടോ. മറ്റേ ഈ നമ്മുടെ ഈ ബോബനും പൊടിയിലത്തെ ചേട്ടത്തില്ലേ, ആ മുടിക്കെട്ട് കെട്ടിയിട്ടുള്ളത് അറിയില്ലേ? ഭയങ്കര. അപ്പൊ ഞാൻ ഹാപ്പിയിലാണ്. അപ്പൊ ജയന്തി വീണ്ടും ഒരു റീല്. ഇന്ന് ഞങ്ങള് 2 സ്ക്രിപ്റ്റ്, കുറെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിലത്തെ 2 ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോണേ. ഇപ്പൊ മുടക്കാണ്. ജയന്തിശിക്കും മുടക്ക, പ്രേമേട്ടനും മുടക്ക. പ്രേമേട്ടനൊന്നും എത്തിയിട്ടില്ല. പ്രേമം വരെ ഒരു 1:45 സമയം വരും. അപ്പൊ ജയന്തി ഇവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങള് ജയന്തിനെ കൊണ്ട് ഒരു പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചേച്ചിയുടേതായ കുറെ റെസിപ്പികളുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം ജോലിക്ക് പോണതല്ല, അപ്പൊ വേഗം ഉണ്ടാക്കണല്ലോ. വേഗം ഉണ്ടാക്കണതുമാണ് ഭയങ്കര ടേസ്റ്റുള്ള സാധനങ്ങൾ അല്ലേ? ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയണു. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്റെ ടേസ്റ്റ്. ബാക്കിയുള്ളവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും ചേച്ചി അത് മൈൻഡ് ചെയ്യില്ല. ചേച്ചിക്ക് ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ ചെയ്യുള്ളൂ അല്ലേ? ഇനിയിപ്പൊ ചേച്ചി ഒരു സാധനം ഉണ്ടാക്കി, അതിൽ ഇന്ന സാധനം കൂടുതലാണെന്ന് ആരെങ്കിലും പറഞ്ഞു, നോ പ്രോബ്ലം, അത് മൈൻഡ് ചെയ്യില്ല ചേച്ചി. കാരണം ചേച്ചിക്ക് അങ്ങനെ ഇടുന്നതാണ് കൂടുതലാണ് ഇഷ്ടം. ഇപ്പൊ ഈ കറിയിൽ തന്നെ നിങ്ങൾ നോക്കി നോക്കൂ, അതിലെന്തെങ്കിലും എന്തുണ്ടെങ്കിൽ അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, അതാണ് അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കൈപ്പക്കായ കൊണ്ട് ഒരു മീൻകറിയാണ് വെക്കാൻ പോണേട്ടാ. കൈപ്പക്കായ ഞാൻ വാങ്ങിച്ചു കൊണ്ടു. ഇത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടു. നമ്മുടെ വീട്ടിലത്തെ ഇത് ഇത്രയ്ക്കായിട്ടുള്ള ഇതിന്റെ വലിപ്പമായിട്ടുള്ള. അത് മതിയാവായിരിക്കും. അല്ല, ഒരു 3-4 ദിവസത്തിനുള്ളിൽ കൈപ്പക്കായ നമുക്ക് പൊട്ടിയാറാവും. അപ്പൊ വാങ്ങിച്ചോണ്ടിരുന്നു. 3-4 ദിവസം കഴിഞ്ഞ് ജയന്തി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വേഗം വാങ്ങിച്ചിട്ട് വന്നു. അപ്പൊ ജയന്തി ആദ്യം തന്നെ ഇത് വന്ന വഴിക്ക് തന്നെ ഇത് മുറിച്ച് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് നല്ല പോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എടുക്കണില്ല. അപ്പൊ ഇതില് സാധാരണ പോലെ തന്നെ മീൻകറിയിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിന് വേണ്ടതും. അപ്പൊ ഇത് അത്രേ ഉള്ളൂ. കൈപ്പക്ക മീൻ വെപ്പ്. അപ്പൊ നിങ്ങൾ തുടങ്ങും, ഞാൻ ഇവിടേക്കുണ്ട്. അതെ, ഈ സാധനത്തിൽ വെച്ചാൽ എനിക്ക് സ്പീഡ് കിട്ടില്ല. കൈമശ അരിയാൻ ഇഷ്ടം. അതെ, എന്നാ അരിഞ്ഞോ. ഞാൻ ചേച്ചിക്ക് അത് വേണ്ടി വരിച്ചിട്ടാണ്. കൈന്റെ പേരിലും വീട്ടിൽ മറ്റേ സാധനം വേണം. എവിടെന്നാ അതുണ്ട് അതിനിവിടെ? അല്ല, വേണോ ചോദിച്ചാണ്. ഞാനും ശരി ചോദിക്കാലോ. ഞാൻ കണ്ടിട്ടില്ല ആ സാധനേ. ചോദിക്കാലോ. ഞാൻ കല്യാണം കഴിയണതിന് മുന്നേ എന്റെ വീട്ടില് ഇതാ ഒരു ഉറയാ, കൊറേ കളർ ഉറകളുണ്ട് പോലത്തെ. അതന്നെ അതിട്ടിട്ടാണ് അമ്മയ്ക്ക് അരിയ. അമ്മയ്ക്കൊന്നും ഈ പലകേമ വെച്ചിട്ട് അരിയാൻ പറ്റില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് വലുത് അരിയാൻ പറ്റണ്ടേ. കാരണം എനിക്കും ഇത് ശീലായി ഇങ്ങനെ വെച്ചിട്ട് അരിഞ്ഞിട്ട്. പക്ഷെ ഉറ ഇടണം കേട്ടാ, ഈ പറഞ്ഞ ഫിംഗർ ക്യാപ്പ് ഇടണം, അല്ലാണ്ട് എനിക്ക് പറ്റില്ല. ചേച്ചി എറിയണ പോലെ പറ്റില്ല. അപ്പൊ എനിക്ക് കത്തി നീങ്ങില്ല, മറ്റേ സാധനം നീങ്ങില്ല. വെറുതെ കൈ ഓഫീസിൽ ചെല്ലുമ്പോ ചോദിക്കും, നിനക്കൊന്ന് കയ്യിലൊരു കവർ ഇട്ട് അരിഞ്ഞൂടെ എന്റെ ജയന്തി, നിന്റെ കൈയൊക്കെ എന്താ അങ്ങനെയൊക്കെ. ശീലായി. അത് എത്ര ഉണ്ട് അറിയോ ഇതുപോലത്തെ. പക്ഷെ ഇടില്ല. ഇവിടെ വന്ന് ചേച്ചിമാരൊക്കെ ഈ ഈ കട്ടിംഗ് ബോർഡും അതൊക്കെ കുറേ നേരം പിടിക്കുന്നേ അതിലേക്ക് വരാൻ. അപ്പോഴാണ് ഞാൻ പിന്നെ അതും അങ്ങനെ ശീലായി. കാരണം ശീലായവർക്ക് വേഗം ഉണ്ടാവും കേട്ടോ. എനിക്കത് തീരെ പറ്റില്ല. ഇതിപ്പോ ഇങ്ങനെ നേരെ വെക്കുമ്പോ ഞാൻ കൈപ്പക്കായ ഈ പറഞ്ഞ മീൻകറി വെക്കുമ്പോഴേ ഒന്നുകിൽ തിളപ്പിച്ച് വെള്ളം കളയും, അതല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വഴറ്റും കുറച്ച് സമയം. എന്നിട്ട് അതിന്റെ കയ്പ്പ് ഒന്ന് കളയാൻ വേണ്ടിട്ട് എന്നിട്ടാണ് വെക്കുക. ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല. ആ കയ്പ്പ് ഒരു സ്വാദല്ലേ. അതുപോലെ നമ്മുടെ വടുവപ്പുള്ളിയിലെ അച്ചാറിടുന്ന കയ്പ്പും കൂടി ഉണ്ട്. സ്വാദറിയോ? എനിക്ക് കയ്പ്പുള്ള സാധനങ്ങൾ കൂടി ഭയങ്കര കയ്പിന്റെ ആളാ.
അതല്ലേ? എൻ്റെ എന്തൊരുക്കെ കഴിഞ്ഞ് ഞാനാണ് ഇതൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആഞ്ഞോങ്ങി വരുന്നുണ്ടാവുള്ളൂ. പച്ചമുളക് കട്ടിംഗ് പ്ലേറ്റൊക്കെ ഭംഗിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. നീളത്തിൽ നമ്മൾ നീളത്തിലല്ലേ ഇതായിരുന്നേ. അപ്പം ഇത്തിരി നീളത്തിൽ തന്നെ. കൈ നീറില്ലേ? ആ കഴുകിയാൽ പോവില്ലേ? ഇത് എരിവുള്ള മുളകാണ് കേട്ടോ. ആണോ? അപ്പം അത് മതി. ചതച്ചിടിലൊക്കെ അരിഞ്ഞിടാല്ലേ? കലയ്ക്ക് കൊണ്ടത് വേസ്റ്റായിന്ന്. പക്ഷെ നമുക്ക് പേടിയവ അങ്ങനെ അറിയുമ്പോ. ശരിയാ. കൊഴുപ്പിനെ തക്കാളിയാ? വെയിലിന് ഭയങ്കര ചൂടാ. ഇത് പാത്രം പോരായി വരൂ? അത് പറ്റൂലോ. അത് ഇത് ചാറ് പോലെ ഇരിക്കുന്ന കറിയല്ലേ? അപ്പൊ ചെറുതായിട്ട് ഒരു കുറുക്ക് പോലത്തെ ചാറ്. കുറുകു. ഈ സാധനങ്ങളൊക്കെ ചേർത്ത് എന്തിട്ടൊക്കെയാന്ന് കണ്ടല്ലോ. ഇഞ്ചി ഞാൻ ഇട്ടാ മതിയാ? എരിവുള്ള മുളക് പൊടിയല്ലേ? എന്തോരം ഇടണം? ഇത് നല്ല എരിവാട്ടാ. മുളക് പൊടി, മുളക് പൊടി ഇടുന്നു, മഞ്ഞൾപ്പൊടി, ഉപ്പ്. വേപ്പിലൊക്കെ അങ്ങനെ ചോറിക്കിട്ടു. ഇനി തിരുമ്പൂല്ലേ? തിരുമ്പി നന്നായി പിടിപ്പിക്കുക. വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ലേ? വെറുതെ തിരുമ്പും? വെളിച്ചെണ്ണ അധികം വേണ്ടല്ലോ. പിന്നെ ഉള്ളി കാച്ചണില്ലേ? ഈ തേങ്ങയുടെ പാലിൽ നിന്ന് വെളിച്ചെണ്ണ ഇറങ്ങുമല്ലോ. പിന്നെ അത് എനിക്ക് നിൽക്കില്ല. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലല്ലേ? അതാണ് മെയിൻ. അതാണ് 2ഉം 3ഉം പാലെടുത്ത് വെച്ചാട്ടത്. വലിയ നാളികേരത്തിന്റെ 2ഉം 3ഉം പാൽ. ഏതാണുങ്ങൾക്കും വെക്കാം, ഏത് പെണ്ണുങ്ങൾക്കും വെക്കാം, കൂട്ടാനും വെക്കാം, അറിയാത്തവർക്കൊക്കെ വെക്കാലത്. ഇതില് ഇനി കൊടപ്പുളി ഒരു കഷ്ണം പുളി ഇതാകാൻ വേണ്ടിയിട്ട് കൊടപ്പുളി ഇടാട്ടോ. അത് കുറച്ച് കഴിഞ്ഞ് പുളി കൂടുതൽ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം. ഇതിപ്പോ വെള്ളത്തിൽ കുറെ പോയിട്ടുണ്ടാവും പുളി. ഇപ്പൊ നമ്മള് പുളി 2 ചീന്ത് ഇനി അടുപ്പത്ത് വെക്കാം. പണി കഴിഞ്ഞു. കാച്ച വേണ്ടോ? ശരി വേണ്ട. അല്ല, വെള്ളം കൊടപ്പുളിയിൽ വെള്ളം ഒഴിക്കണ്ട. പുളി കൂടുതലാണെങ്കിൽ ഈ പുളി മാറ്റി വയ്ക്കാന്ന് പറഞ്ഞു. ഇതില് പുളി ചിലപ്പോ കൂടും. തക്കാളി ഇതുണ്ടല്ലോ. അടച്ചു വെച്ചു. എന്തു കറിയായി? അടച്ചു വെക്കണ? അടച്ചു വെക്കാൻ തിളയ്ക്കുമ്പോ അടുത്താ മതി. അടപ്പ് മതിയാ? തിളച്ച് പോകും തോന്നുമ്പോ എടുത്താൽ മതി. കറിയായി. ഇനി നമുക്ക് അവിടേക്കൊക്കെ പോയിട്ട് എല്ലാ പണികളും കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് കുറുകി പറ്റുമ്പോ തെമ്പാലം ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോ ഓഫ് ചെയ്യുക. 2 ഉള്ളി കാച്ചുക. കുറെ തട്ടിപ്പ് കറിയില്ലേ? പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടാ. നല്ല സ്വാദ. തട്ടിപ്പ് കറി നല്ല ടേസ്റ്റ്. ഇതുപോലെ മാങ്ങയും വെക്കാം. മാങ്ങ അങ്ങനെ ഇതുപോലെ വെക്കാം. പിന്നെ വെണ്ടയ്ക്കയും വഴുതനങ്ങയും കൂടിയിട്ട് ഇതുപോലെ വെക്കാം. അതിങ്ങനെ വെണ്ടയ്ക്ക അത് വേണമെങ്കിൽ ഒന്നും വെണ്ടയ്ക്ക വഴുതനങ്ങ ഒന്നും വഴിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. ഇതുപോലെ വെക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ. ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ. ഭയങ്കര സ്വാദ. വെണ്ടയ്ക്കയും വഴുതനങ്ങ വെക്കാറുണ്ട് മീൻ കറി. അതില് വെണ്ടയ്ക്ക ഇടാം. പുത്തിരി കൊഴുപ്പാവൂല്ലേ? പിന്നെ വെണ്ടയ്ക്ക തന്നെ പാലൊഴിഞ്ഞ് വെക്കില്ലേ? മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെണ്ടയ്ക്ക തന്നെ അങ്ങനെ. അതിലിത്തിരി ഗരം മസാല ഇടും. നസ്രാണികൾ പൊതുവെ ക്രിസ്ത്യൻസ് പൊതുവെ വെക്കണാണല്ലേ? അയ്യോ, അവർക്കൊന്നും പറയാൻ വാക്കുകളില്ല. അപ്പൊ എന്റെ മോൻ പറഞ്ഞ എന്താന്നറിയാം മക്കള്, ആദ്യത്തത് അമ്മ ചെയ്തത്, രണ്ടാമത്തത് പിന്നെ ഇവിടെ ചെയ്യണതല്ലേന്ന്. അതുകൊണ്ട് അവർക്ക് വേറെ ഒന്നും തോന്നിയില്ലേ? ഫസ്റ്റത്തെ കണ്ടപ്പോഴാണ് അഭിനയം തോന്നിയത്. രണ്ടാമത്തത് അമ്മ നമ്മളിവിടെ ചെയ്യണത് തന്നെയല്ലേ, അതിലിപ്പോ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന്. എനിക്കപ്പോ ഭയങ്കര തോന്നി. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണോ? ശരി, അമ്മ ഇങ്ങനെ തന്നെയാ. അത് അമ്മയ്ക്കറിയാം. എന്റെ അമ്മ 2-3 പ്രാവശ്യം കണ്ടു നോക്കുന്നു. വീട്ടില് അവര് പറയണു കേട്ടോ. പക്ഷെ ഞാനല്ല, ഞാൻ പാവാ. ചേച്ചി കസാരൊക്കെ അടിച്ച് നിലത്തൊക്കെ അടിച്ച് പൊട്ടിക്കാറുണ്ട്. ആർക്കായാലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യില്ലേ? ഇല്ലേ ചേട്ടാ? ഇല്ലേ, പിന്നെ അത്രയല്ലേ ചെയ്യണുള്ളൂ. എനിക്ക് ദേഷ്യമൊന്നും, ഞാൻ ഊണുമേശര കസാര നിലത്തിട്ട് അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അത് ഇപ്പോഴൊന്നല്ലല്ലോ, അത് പണ്ടല്ലേ. പണ്ട് പറഞ്ഞ അത് കൊറേ 5-8 വർഷമൊക്കെ മുന്നേ. അതെ, നമുക്ക് ആൾക്കാരെ തല്ലാൻ പറ്റില്ലല്ലോ. ആ ദേഷ്യം ഇപ്പൊ ഞാൻ നോർമലായി.
അതെന്തോ ആ സമയത്ത് അങ്ങനെ ആയിരുന്നു, ഭയങ്കരമായിട്ട് വയലന്റ് ആവുമായിരുന്നു ഞാൻ. അപ്പോഴും ബാങ്കിൽ ജോലിയില്ലേ? അവിടെ ഭയങ്കര കാമൻകൊറ്റ. അതെ, ഞാനാണ് അങ്ങനെ ചെയ്തെന്ന് എനിക്കെല്ലാവരും. അപ്പൊ ദ്വന്ദ്വ വ്യക്തിത്വമാണ്. അതെ, ഇപ്പൊ മാറി. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഗ്ലാസ് ഒക്കെ നമുക്ക് ദേഷ്യം വരുമ്പോ ഇങ്ങനെ നിലത്തിടാൻ തോന്നും, പിന്നെ എനിക്ക് ഞാൻ തന്നെ ക്ലീൻ ആക്കണ്ടേന്ന്. അപ്പൊ അതിനവിടെ എടുക്കില്ലേ? ഇപ്പൊ അങ്ങനെയൊന്നും പൊട്ടിക്കാറില്ല. ആ സമയത്ത് നമ്മുടെ പ്രശ്നം ഏജിൻ്റെയും ഒക്കെ കൂടി ഉള്ളതായിരിക്കാം ചിലപ്പോൾ. ഇവരോട് പിള്ളേരോട് പിന്നെ മല്ലിട്ട ഒന്നും വേണ്ടല്ലോ, അതൊക്കെ ആയിരിക്കാം. ഇപ്പൊ ഞാനൊന്നും ശ്രദ്ധിക്കണില്ലല്ലോ. മറ്റത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യായിരുന്നല്ലോ, അവരെ നോക്കണം ഇവരെ നോക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം. എന്നിട്ട് ഇപ്പൊ ആരെ നോക്കാത്ത കാരണം പ്രശ്നമില്ലല്ലോ, അതായിരിക്കും അതൊക്കെ ആയിരിക്കാം ചിലപ്പോ. പിന്നെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ശരിക്കും നാടകം ഭയങ്കര മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ നാടകത്തിന് വരുന്നതിന് മുന്നേ ആയിരുന്നു ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നേ. ഇപ്പൊ ഇതൊക്കെ നമുക്ക് കമ്പനി സംസാരിക്കാനും നമ്മൾ കുറേ മാറി. നാടകം ഭയങ്കര മാറ്റം തന്നെയല്ലേ ഉണ്ടാക്കിയേക്കണേ. അതന്നെ ശരിക്കും, അത് ശരിക്കും ഗിരി പറയുകയും ചെയ്യും, നാടകം നന്നായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ടെറർ തന്നെയായിരുന്നു. കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ നമ്മുടെ വൈബിനനുസരിച്ച് നിൽക്കുന്ന ആൾക്കാരും, മറ്റത് നമ്മൾ ജോലി വീട് വീട് ജോലി അത് മാത്രമായിരുന്നല്ലോ. മാറിയില്ലേ? അതിൽ നിന്ന് മാറിയായിരുന്നായിരിക്കാം ചിലപ്പോ. ഇപ്പൊ ഇതിന്റെ ഒക്കെ ഇടയില് ശനി ഞായർ ദിവസങ്ങൾ കളരി പഠിക്കാനും പോണ്ട ആള്. കുറച്ച് സ്റ്റെപ്പുകള് ഇടണ്ട അവിടെ? കാണിക്കാറായിട്ടില്ല അല്ലേ? 2 മാസം കൂടെ ആയിട്ടുള്ള പോയി തുടങ്ങിയിട്ടുള്ളൂ. സന്തോഷ് എന്ന് പറഞ്ഞിട്ട്, സന്തോഷ് സാർ എന്നാണ് പേര്. ചുങ്കത്തിന്റെ അവിടെ ഒരു സ്ഥാപനത്തില് ഞങ്ങള് 2 ആഴ്ച മുന്നേ കൂടെ അറിഞ്ഞേ. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി പോണത്. വേറൊരു സാധനം പഠിക്കാൻ പോകുന്നുണ്ട്, ഒരു ഇൻസ്ട്രുമെന്റ്. നിങ്ങള് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ചേച്ചി പഠിക്കാൻ പോണത്. അത് ഏതാണ്ട് അരങ്ങേറ്റാ പറയുന്നുണ്ട്. ഒരു കൊല്ലൊക്കെ ആയില്ലേ അത് പഠിക്കാൻ തുടങ്ങിയിട്ട്? മനസ്സിലാവാത്ത നമുക്ക് വിചാരിച്ച സമയം ഉണ്ടെന്ന് എല്ലാത്തിനും ഉറങ്ങാൻ സമയമില്ല. എന്നിട്ട് അതും ചെയ്യണുണ്ട്. ഇരുന്നിട്ട് അതിൽ എപ്പോഴായാലും ഉറങ്ങിയാ പോരെ. ചിലപ്പോ ഇരുന്നിട്ട് ഉറങ്ങും, ചിലപ്പോ യാത്രയിൽ ഉറങ്ങും. രണ്ടുപേരും ഒരുപോലെ. നാടകം കാണാൻ ഭയങ്കര ഇഷ്ടത്തിന് ഇങ്ങോട്ട് വന്നിട്ട് ഇരിക്കും, എന്നിട്ട് നാടകം തുടങ്ങി ഒരു ഇത്തിരി കഴിയുമ്പോഴേക്കും ഉറങ്ങും. സിനിമയ്ക്ക് പോയാലും തന്നെയല്ലേ സ്ഥിതി? ഏതെങ്കിലും നല്ല നാടകം കാണാൻ പോയിട്ടേ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ ചേച്ചി ഉറങ്ങണത്. അത് ഇരുന്ന് ഉറങ്ങണതല്ലേ? പിന്നെ കിടന്നാ നിന്നിട്ട് എനിക്ക് സീറ്റ് കിട്ടി. ഭയങ്കര ബാക്കിലാ കിട്ടിയേ. അപ്പൊ നിന്ന് കാണണം. അപ്പൊ കുറച്ച് ആൾക്കാരാട്ടോ. അപ്പൊ ഞാൻ നിന്ന് കണ്ട് അവസാനം ചുമരിങ്ങനെ ചാരി. ഇപ്പൊ ജോലി കഴിഞ്ഞ് വന്നിട്ടല്ലേ ചാരി. ഇവരൊക്കെ മുന്നിലുണ്ട്, എല്ലാവരും ഉണ്ട്. ഗിരി ഉണ്ട്, പ്രേമേട്ടുണ്ട്, ശശിയേട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു ഞങ്ങളിവിടെ ഉണ്ട്, നീ പോരേന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെന്നത്. അപ്പൊ ഇങ്ങനെ നിന്നുറങ്ങാ. കുറച്ച് കഴിയുമ്പോ നമ്മുടെ വിനുഭായി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിനുഭായിനെ തോണ്ടി, ഞാൻ അവിടെ ഉണ്ട് ഇട്ടെന്ന് തോന്നുന്നു. ശരിയെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോ വിനുഭായി ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് പോകണുണ്ട്. അപ്പൊ ഇങ്ങനെ ചാരി. അപ്പൊ ഈ കർട്ടൻ മാറ്റണ ഒരു സെക്കൻഡ് നേരം ലൈറ്റ് ഓഫ് ആണല്ലോ. അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. ചാരിയത് ഓർമ്മയുള്ളൂ, കണ്ണടച്ച ഞാൻ അറിഞ്ഞില്ല. വീണ ചാരിട്ടല്ലേ നിക്കണേ. അപ്പൊ ഈ മനുഷ്യൻ എന്നോട് നിന്നുറങ്ങിയാലേ എന്റെ മാനം പോയി. അവിടെ ആൾക്കാർ മുഴുവൻ കേട്ടു വിനുഭായി. ഹലോ, നിന്നുറങ്ങാലേന്ന്. ഞാൻ ഉറങ്ങല്ലേ, കണ്ണടച്ചതാന്ന്. കണ്ണടച്ചാലോചിക്കായിരുന്നു അല്ലേ? കണ്ണടച്ചാലോചിച്ച അയ്യോ. അപ്പൊ പറഞ്ഞു പോരുണ്ടോ ചോദിക്കലല്ല, ചാടി പോന്നു. ഇനി അവിടെ നിക്കാൻ പറ്റില്ലല്ലോക്കെ. ഈ ആൾക്കാര് മുഴുവൻ എന്നെ ശ്രദ്ധിക്കില്ല. നാടകം കഴിയുമ്പോഴേക്ക് ഇറങ്ങി. ഏത് പ്രൊഫഷണൽ നാടകം? ടാസിന്റെ നാടകം. നിന്നുറങ്ങി. കഴിഞ്ഞു അന്നത്തോടുകൂടി കാണാൻ പോണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തോടുകൂടി കഴിഞ്ഞു നാടകം. എല്ലാതും അല്ല, ഒരെണ്ണം അങ്ങോട്ട് നല്ലതുണ്ടായിരുന്നു. ഒരെണ്ണം 1-2 കുഴപ്പമില്ലാത്തുണ്ടായിരുന്നു. പിന്നെ 1-2 നമുക്ക് രംഗോത്സവം കാരണം കാണാൻ പറ്റിയില്ലല്ലോ. 3 ദിവസത്തെ നാടകം കണ്ടില്ലേ. ബാക്കി എല്ലാം കണ്ടു കേട്ടോ. 3 ദിവസത്തെ ഒഴിക്കും. നല്ല മീൻ കൂട്ടാന്റെ മണം തന്നെ വരണേ അല്ലേ? പിന്നെ കൊടപ്പുളിയുടെ മണവും ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇതിങ്ങനെ ഇളക്കാൻ തോന്നും. ഇനി മൂടിയിടണ? വേണ്ട, ഇനി പറ്റും. അത് വെന്തുണ്ട്. കയ്പയ്ക്ക് ഓൾറെഡി വെന്തുണ്ടാവും. ഇനി അതൊന്നും സെറ്റാവുന്നുണ്ട്. കയ്പയ്ക്കൊന്നും അധികം വേവില്ലല്ലോ. പിന്നെ തക്കാളിയായിട്ടൊന്ന് യോജിക്ക വേണ്ടു.
പിന്നെ ഈ പാത്രം കട്ടിയുള്ളത് കാരണം ജസ്റ്റ് ഒന്ന് ചൂടായാൽ തന്നെ ചൂട് നിൽക്കും. ഈ തിളയ്ക്കുന്നുണ്ട്, തീയൊന്ന് കുറയ്ക്കാം. ഇനി തന്നെ ഇരുന്നിറങ്ങും. ഇങ്ങനെ പറ്റി ഇങ്ങനെ കേട്ടാ മതിയാ ചേച്ചിയെ? തേങ്ങാപ്പാല് എണ്ണ തെളിഞ്ഞു. അതിന് ഉപ്പുണ്ടൊക്കെ നോക്കി നോക്കി ഉപ്പൊക്കെ റെഡി ചെയ്യാം. ഉപ്പ് വേണം. ഉപ്പ് വേണം. നല്ല കയ്പാ. കയ്പ് രസമല്ല അറിയും. തോന്നുന്നു ചോറ് കൂട്ടി ഉണ്ണാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇരുന്നിട്ട് പുളി ഒന്നും ഇറങ്ങല്ലോ. കുഴപ്പമില്ല. പുളിയുണ്ട്, പുളി പാകത്തിന്. അല്ലേ? എന്നാലും ഒന്നും കൂടി കുഴപ്പമില്ല. അജേട്ടന് അത്യാവശ്യത്തിന് ഉണ്ടെന്ന് പറഞ്ഞാൽ പുളി ഉണ്ടെന്ന് എൻ്റെ അർത്ഥം. പുളിയല്ല, കയ്പ്. അല്ല, കയ്പ്. ഒരു കുടപ്പുളിയും കൂടിയും വേണമെങ്കിൽ ഇടാമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ കുടപ്പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമില്ലേ, അത് ഒഴിക്കായിരുന്നു. അത് കളഞ്ഞു. അത് ജയന്തിച്ച് അത് ഉപയോഗിക്കാറില്ല ആ വെള്ളം. ഇവിടെ ചില അലിഖിത നിയമങ്ങളുണ്ട്. എരിവും ബാക്കിയെല്ലാം പാകത്തിനാട്ടോ. ഉപ്പിട്ടപ്പോ പുളി ഇല്ലേ, ഇത് ഒഴിക്കാൻ വേണ്ടി ഇത്തിരി കൂടി ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഒഴിക്കാം. കുറച്ചും കൂടി പറ്റണം, എന്നിട്ട് ഒഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചാറധികം വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ ചാറ് എങ്ങനെയാ വേണ്ടത്. ഒന്നാം പാൽ ഒഴിക്കണം, ഇത്തിരി കൂടി വറ്റിയിട്ട് ഒഴിച്ചാൽ മതി എന്നാ പറയണ ചേച്ചി. കാരണം പിന്നെ വെള്ളം ആവില്ലേ, അപ്പൊ പിന്നെ ഇപ്പൊ നമുക്ക് കറക്കി പാകം. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുമല്ലോ, അപ്പൊ ആ കൂടുന്നതനുസരിച്ച് നിർത്തിയാൽ മതി. മതി എന്നാണ് പറയണത് ജയന്തിച്ചി. ഇത്രയ്ക്ക് പാകം കറക്റ്റായിരുന്നു. അപ്പോൾ ഒന്നാം പാൽ ഒഴിക്കാൻ പോവാട്ടാ. അതൊഴിക്കൂ. കളവുണ്ടല്ലോ, ഒഴിച്ചെടുത്തു. ചേട്ടന് അതൊന്നും ഒഴിക്കാൻ ഇഷ്ടമില്ല. അടിഭാഗം അടിയിൽ കുറുകി കിടക്കണ്ടാവും, കട്ടി പിടിച്ചെടുക്കണ്ടാവും. ഇനി തീ ഓഫ് ചെയ്യാല്ലേ? തീ ഓഫ് ചെയ്ത് കൂട്ടാൻ്റെ ഭംഗി അങ്ങോട്ട് പോയില്ലേ ഇത് വന്നപ്പോ. അപ്പൊ ഇനി കയ്പ് കുറച്ച് കുറഞ്ഞുണ്ടാവില്ലേ? കുറഞ്ഞുണ്ടാവും, പുളിയും വന്നിണ്ടാവും. ഇപ്പൊ കുറുകിയില്ലേ? കയ്പ് നന്നായി കുറഞ്ഞു. ഇത്രേ ഉള്ളൂ. കറക്കാം, കാച്ചാൻ പോവാട്ടാ. മതിയാ? മതി. കാച്ചണയിലും വേപ്പിൻ്റെ ഇല ഇടും. അതെ, അത് ഇട്ടോളാം. ചേച്ചി ഇടില്ല? ഞാൻ ഇടാറില്ല. ഇട്ടോ. കട്ട പോലെയില്ലേ കൂട്ടാൻ? കഴിഞ്ഞു പരിപാടി. ജയന്തിയുടെ കൂട്ടാൻ, ചോറ്, പപ്പടം. വേറൊന്നും കുത്തികളൊക്കെല്ല ഒരു സൈഡിൽ നിന്ന് എടുക്കുക കേട്ടാ. എന്തിനത് കണ്ടാ കൂട്ട എന്തൊരു ഭംഗിയിലിരുന്നോടെന്താ. അതിന്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തോണ്ടിരിക്കല്ലോ ചെയ്യാ. വേണ്ട, അത്യാവശ്യം ഇളക്കിയത് അത് ഇത്ര സമയം. ഇഷ്ടംപോലെ ഇളക്കലുകൾ ഏറ്റുവാങ്ങിയിട്ടാണ് കൂട്ടാൻ ഈ വിധത്തിലായത്. ജഗ്ഗു വരുന്നുണ്ട്. 2 പപ്പടം കൈ പിടിച്ചിട്ട് ജഗ്ഗുവിന് ചോറ് വേണ്ടടാ. ഞാൻ കഴിക്കാട്ടാ. എങ്ങനെയുണ്ട്? കഴിപ്പില്ലേ? നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറ് കൂട്ടി നല്ല രസമുള്ള കൂട്ടാൻ അല്ലേ?
ഭയങ്കര ടേസ്റ്റ്. കുറച്ച് തൈര്, കട്ട തൈരും കൂടി ഉണ്ടല്ലോ, പുളിയില്ലാത്ത തൈരും കൂടി ഉണ്ടെങ്കിലുണ്ടോ അടിപൊളിയല്ലേ? അല്ല, കട്ടത്തൈര് ഇതില് കൂട്ടിയിട്ടാക്കണ? അല്ല, അങ്ങനെ ആയാലും സ്വാദാന്ന് പറഞ്ഞാ ഞാൻ, ഇതല്ലെങ്കിലേ സ്വാദുണ്ട്. കട്ടത്തൈര് ആ ഇതിന്റെ ടേസ്റ്റ് കട്ടത്തൈര് ഇത് ഈ അച്ഛനെ കഴിച്ചു നോക്ക്. തലക്കില് കട്ടത്തൈര് ഇത് നോക്കി, ഇത് ഒരു ഉരുള കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുഴുവൻ ചോർന്നു. എനിക്ക് കിട്ടില്ല തേങ്ങ അല്ലേ? അതിണ്ടാ സ്വാദുണ്ടാ? മീൻ കൂട്ടാൻ്റെ ഒരു ഇത്. അടിപൊളി കൂട്ടാൻ. മീനില്ലാന്നുള്ളൂ, സദ്യക്കം തൈര് എടുക്കാൻ പോയി. തൈരെടുക്കാൻ പോയിട്ടുണ്ട്. കയ്പില്ലേ? ഇല്ല, കയ്പില്ല. കുറവാട്ടെ. നല്ല കയ്പില്ല നടന്നേ. ഭയങ്കര കയ്പായിരുന്നില്ലേ? അതില്ല, വെള്ള കയ്പക്കേനേക്കാളും കയ്പ് കൂടും ആ പച്ച നിറത്തിലുള്ള കയ്പക്കൊക്കെ. പൊന്നെ, കഴിച്ചിട്ട് ഉച്ച വരെ കഴിക്കും. ഉണക്കിയ വരെ അതിന് കയ്പല്ലേ? സാധാരണ ഉണക്കുമ്പോ ഒക്കെ ഈ പച്ച കയ്പക്കേക്ക് കയ്പ് കുറയും. ഓ, രക്ഷയില്ല അതിന്റെ കയ്പ്. സരിത തൈര് മുടി എടുക്കാൻ പോയിട്ടാ കട്ടത്തൈര് ജയന്തി പറഞ്ഞപ്പോഴേ. കട്ടത്തൈര് മുടിയാകുമ്പോ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ കേട്ടോ. തൈരിൽ ഉപ്പിട്ടിട്ടില്ല ചേട്ടാ. ഉപ്പും കുപ്പൊന്നും വേണ്ട. പപ്പടത്തിൽ ഉപ്പുണ്ടല്ലോ ചെറുതായിട്ട്. അതെ, പുളിയുണ്ട്. കഴിച്ചു ചോറിലെ കൂടി വേണമെങ്കിൽ കഴിച്ചോ. ഇത് ലാസ്റ്റാണ്. കഴിഞ്ഞാൽ ഞാൻ തരില്ല. ഗംഭീര കൂട്ടാൻ അതിൻ്റെ കേട്ടോ. ഈ തൈര് കൂടി അതിൻ്റെ ഞാൻ പറയണ്ട. പപ്പടം ഇവരെ വായിൽ വെള്ളം കൂടി തുടങ്ങി. സെറ്റല്ലേ ജഗ്ഗു? നല്ല രസമുണ്ടല്ലോ. അപ്പൊ ഇനി ഞാൻ അത് മാത്രം കൈകാര്യം ചെയ്യണം. ഇത് വേറെ പോയി ചോറ്. അതെ, അപ്പൊ നമുക്ക് നിർത്താം. സൂപ്പർ സാധനം കേട്ടോ. ജയന്തിര കൂട്ടാൻ ഇടിപൊളി. ഇത് കൂട്ടാനോ ഇടിയിലേക്ക് ചരിഞ്ഞ എന്നിട്ട് പോവാം. നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവരാം. ഞാൻ വരാം. മതി. അത് പുതിയ പറഞ്ഞു